മൊത്തം ബാധയാണ്. അപ്പൊ ഇവൻ പറഞ്ഞ എനിക്ക് ഭർത്താവ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നും ഇവിടെ വന്നൂടെന്ന്. ആ കുട്ടിയുടെ വോയിസിന്റെ കയ്യിലുണ്ട്. നമ്മുടെ തെളിവുണ്ട്. നിങ്ങൾക്ക് മീഡിയക്കാർക്ക് കാണിച്ചു തരാൻ പറ്റാത്ത തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ കാണിക്കും. അതിനൊരു സമയമുണ്ട്. ഞാൻ ഇപ്പോഴും പറഞ്ഞ് ആറ്റക്കോയ വരട്ടെ, തെളിവ് ഞാൻ കാണിക്കാൻ തയ്യാറാണ്. മലപ്പുറത്ത് നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്, അയാളെ അവിടെ ഇട്ടിട്ട് വലിച്ച് കീറാനുള്ള വഴി ഇജ്ജ് ഉണ്ടാക്കി, ഞങ്ങൾ എൻ്റെ പിന്നിലുണ്ട്, ഇജ്ജ് ധൈര്യത്തിൽ മുന്നോട്ടേക്കൊന്ന്. വ്യക്തിയെക്കുറിച്ച് സമീറ എന്ന യുവതി 2 ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ചാനലിലൂടെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇദ്ദേഹം വലിയ തട്ടിപ്പുകാരനാണ് എന്നുൾപ്പെടെ ഈ സ്ത്രീ ആരോപണം ഉന്നയിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഇതിന് മറുപടിയുമായി തങ്ങൾ മറ്റൊരു വീഡിയോയുമായി രംഗത്ത് വന്നിരുന്നു. അതിലൂടെ 2 ദിവസത്തിനകം ഇത്തരത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവുകൾ നൽകിയില്ലെങ്കിൽ ഈ സ്ത്രീക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകും എന്നുൾപ്പെടെ ഇദ്ദേഹം പറയുകയുണ്ടായിരുന്നു. ഇപ്പോൾ താൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് തെളിവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സമീറ എന്ന് പറയുന്ന ആ യുവതി. ഹമീദ് ആറ്റക്കോയ തങ്ങൾ തനിക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്തതിന്റെ ദൃശ്യങ്ങളടക്കം ഈ യുവതി ഇപ്പോൾ മറുനാടലിലൂടെ പ്രേക്ഷകരെ കാണിക്കുകയാണ്. നമുക്ക് അയിത്തയുടെ വാക്കുകളിലേക്ക് പോകാം. എന്റെ അടുത്ത് അയാൾക്ക് ഇന്നറിയില്ലെന്നല്ലേ പറഞ്ഞത്? ഇന്നറിയില്ലല്ലോ അയാൾക്ക്. അയാള് സംസാരിച്ച വോയിസുകളും അയാള് എനിക്ക് ചാറ്റ് ചെയ്തതും എന്റെ ഫോണിൽ ഇന്ന് എല്ലാം ഉണ്ട്. അതായത് 8 മാസത്തായിട്ട് അയാൾ ഇന്നേറ്റ് ചാറ്റ് ചെയ്യുന്നുണ്ട്, ഇന്നേറ്റ് സംസാരിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ മീഡിയക്ക് തരാം. എന്റെ ഫോണിൽ ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. അതാണ് മറ്റൊരു കാര്യം. ഈ ഹമീദ് ആറ്റക്കോയ എന്ന് പറഞ്ഞ ആള് പറഞ്ഞത് പുള്ളിക്കാരൻ തീരെ സമയമില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാളും തിരക്കുള്ള മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് ചാറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പൊ ആ ചാറ്റ് ചെയ്തു എന്നൊക്കെ ഇത്ത പറയുന്നത് ശുദ്ധ കള്ളത്തരമാണെന്നാണ് ഹമീദ് ആറ്റക്കോയ പറയുന്നത്. കള്ളത്തരമാണോ? കള്ളത്തരമൊന്നുമല്ല, അത് തെളിവുണ്ടല്ലോ. നമുക്ക് തെളിവാണല്ലോ മുഖ്യം. പിന്നെ ചാറ്റ് ചെയ്യാൻ അയാൾക്ക് നേരമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് 6 മിനിറ്റിന്റെ വോയിസ് ഇട്ടപ്പോൾ അയാൾക്ക് അത് കേൾക്കാൻ നേരമില്ല. പക്ഷെ അയാൾ എന്നോട് 3/4 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. അയാൾ എന്താ കാര്യങ്ങൾ അറിയണം. അപ്പൊ അയാൾ എന്നോട് ഇങ്ങോട്ട് വിളിച്ചതാ. അത് ഇയാളെ നമ്പർ എന്നല്ല വിളിച്ചത്. ഞാൻ പറയില്ല, അബ്ദു എന്ന് പറഞ്ഞ ഒരാളെ ഡ്രൈവറെ നമ്പർ എന്നാ വിളിച്ചത്. 3/4 മണിക്കൂർ. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിന് നേരമുണ്ടോ? ഒപ്പം എന്റെ ഒരു വോയിസ് കേൾക്കാൻ നിങ്ങൾക്ക് നേരമില്ലെങ്കിൽ ഇതിന് നേരമുണ്ടോ ചോദിച്ചു. അല്ല, നിങ്ങൾക്ക് എന്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും പൈസ നിങ്ങൾക്ക് പിന്നെ വിഷമങ്ങൾ വന്നിട്ട് നിങ്ങളെ പൈസ നമ്മൾ തരും. പക്ഷെ അതിനെക്കാട്ടൊക്കെ എത്രയോ മുമ്പ് പേഴ്സണൽ ആയിട്ട് അയാൾ എനിക്കൊരു നമ്പർ തന്നു. ഇല്ലെങ്കിൽ അയാൾ തെളിയിക്കട്ടെ. അയാൾ ഉള്ളിടത്തേക്ക് ഞാൻ വരാൻ തയ്യാറാണ്. ഇന്റെ കൂടെ ഞാൻ ഒറ്റക്കൊന്നുമല്ല. ഇന്റെ ഈ വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ഇന്റെ അടുത്തേക്ക് 4 സ്ത്രീകൾ വന്നിട്ടുണ്ട്. ആ 4 സ്ത്രീകളും തെളിവടക്കാൻ വന്നിട്ടുള്ളത്. അവരെ കയ്യിലും അവരെ എനിക്ക് അയച്ച വോയിസുകളൊക്കെ എന്റെ ഫോണിൽ ഇന്ന് റെക്കോർഡിക്കലാ. അത് ഞാൻ കാണിക്കൊണ്ടടുത്ത് കാണിക്കും, കൊടുക്കൊണ്ടടുത്ത് കൊടുക്കും. ഞാൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടല്ലോ ഇയാളുടെ പേരിൽ. അപ്പൊ ഞാൻ തെളിയിക്കും. അയാൾക്ക് അത്ര നട്ടലുള്ള ഒരാണാണെങ്കിൽ, അല്ലെങ്കിൽ തങ്ങളെന്ന് ഞാൻ പറയില്ല, തങ്ങളല്ല, അയാൾ ആറ്റാണെങ്കിൽ അല്ല ആമിതാണെങ്കിൽ അയാളെ ഞാൻ വെല്ലുവിളിക്കണ്. അയാളെ ഉള്ളിടത്തേക്ക് ഞാൻ വരാം. അയാൾ ഇന്നെ തെരഞ്ഞിങ്ങോട്ട് വരണ്ട. ഈ സ്ത്രീകളും എൻ്റെ കൂടെ ഉണ്ടാവും. തെളിവടക്കം ഞാൻ തരാം. അവിടെ നടക്കുന്ന അനാചാരങ്ങൾ എന്താന്നുള്ളത് ഇനി മുഴുവൻ ഞാൻ പുറത്തേക്ക് ഇടാൻ പോവാണ്. കാരണം ഓരോ സ്ത്രീകളും വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു യൂസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. യൂസഫ് എന്ന് പറഞ്ഞത് ഒരു ഉസ്താദ്, അതേപോലെ താഹിർ എന്ന് പറഞ്ഞ ഒരാൾ. ഈ താഹിർ ഒരു പീഡന കേസിൽ പ്രതിയാ. അവിടെ കോട്ടക്കൽ വയസ്സമ്പടിക്കൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ട് പ്രശ്നമുണ്ട്. ഈ പിന്നെ യൂസഫ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു പെണ്ണിക്ക് ഒരുപാട് സ്ത്രീകൾക്ക് ചാറ്റ് ഈ ഡിപ്പാർട്ട്മെന്റ് ആയാലും മറ്റുള്ളവരായാലും അയാൾ ഫോൺ ചെക്ക് ചെയ്യട്ടെ. അങ്ങനെ ഇല്ലെങ്കിൽ ആ ഫോണിലല്ലേ എല്ലാ കാര്യങ്ങളും ഇന്ന് ഓരോ പെണ്ണുങ്ങൾ ചെയ്ത ചാറ്റിങ്ങും വോയിസും ഒക്കെ റെക്കോർഡിക്കലും മൊത്തം തെളിവിന്റെ കയ്യിലുണ്ട്. തെളിവുണ്ടായിട്ടേ ഞാൻ ഇറങ്ങിപ്പുറം. അല്ലാതെ ഞാൻ നിങ്ങളെ പൈസ തന്നിട്ടോ ആറ്റക്കോയ പൈസ തന്നിട്ടോ എതിർവശം കണ്ടിട്ടോ അയാൾ ആരാ? അയാളെ പൈസ വാങ്ങാൻ അയാളുടെ അടുത്തേക്ക് പൈസക്ക് പോണെങ്കിൽ അയാൾ ഇലനക്കിപ്പട്ടിയാ. അയാളെ ചിറി നക്കാനാണോ ഞാൻ പോണത്? എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ആരാണെന്ന് എന്റെ നാട്ടുകാർക്കും അറിയാം, അറിയുന്നവർക്കും അറിയാം, എന്റെ സുഹൃത്തുക്കൾക്കും അറിയാം ഞാൻ ആരാന്നുള്ളത്. ഞങ്ങൾ ഓരോ വ്യക്തികളും അങ്ങോട്ട് കൊടുക്കണവരാ. നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഞാൻ അങ്ങനെ ലോക്കൽസ് ആണോ? ഇനിയിപ്പോ ഞങ്ങൾ സാമ്പത്തികത്തിന് ഒരാളെടുത്തേക്ക് പോകണം. നിങ്ങൾ ഇപ്പൊ ഈ നാറ്റക്കോയി പറഞ്ഞത് ഭക്ഷണത്തിന് മാർഗ്ഗമില്ല എന്ന് പറഞ്ഞിട്ട് അരിക്കുള്ള കാശ് അയച്ചുതരാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും അതന്നെ പറയുന്നത്, ഇവൻ്റെ വീട്ടിൽ CCTV ക്യാമറ ഉണ്ട്. ഇവൻ ആ CCTVയിലെ ദൃശ്യങ്ങൾ പുറത്തു വിടട്ടെ. നിങ്ങളത് മാത്രമല്ല, മറ്റാ സ്ത്രീ പറയുന്നതും അതുപോലെ മാർച്ച് 4-നടക്കം ഇവൻ്റെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ കരഞ്ഞിരുന്നു. ഇതിൻ്റെ എല്ലാം വിടട്ടെ. ഇവൻ്റെ വീട്ടിലല്ലേ CCTV ക്യാമറ ഉള്ളത്. ഇനി പറയുന്നത് കള്ളാവാം. ഇവനെന്തുകൊണ്ടല്ലോ CCTV പുറത്തു വിടാത്തത്? ഇവന്ന് തിങ്കളാഴ്ച കേസ് കൊടുക്കുന്നല്ലോ പറഞ്ഞ് കൊടുത്തില്ല. സ്ത്രീകൾ ഒരുപാട് പെണ്ണുങ്ങൾ ഇന്ന് 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് 4 സ്ത്രീകളെ വിളിച്ചിട്ടുള്ള ഞങ്ങളെ ചുറ്റുവട്ടത്തുനിന്ന്. ഞങ്ങളൊക്കെ അതിനെ അനുഭവപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് വന്ന് സംസാരിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ പറയും, നിങ്ങളെ മുഖം കാണിക്കാത്ത സംസാരിക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ അവർ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിക്കും തങ്ങളുള്ളടത്തേക്ക് നിങ്ങളും വരും. മീഡിയക്കാരെ എല്ലാവരും വിളിക്കും ഞാൻ. തങ്ങൾ അതിന് ധൈര്യം ഉണ്ടോ? തങ്ങളെ ഞാൻ റെഡിയാ. ഞാൻ എപ്പോഴും നമ്മളെ പേര് കറക്റ്റ് നമ്മളെ ആധാറിലെങ്കിലും കാണും.